നമസ്കാരം. ജോലി ചെയ്യുന്ന മിക്കവർക്കും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ EPF അക്കൗണ്ട് ഉണ്ടാകും. നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം എല്ലാ മാസവും ഇതിലേക്ക് പോകുന്നുണ്ട്. ഇത് നമ്മുടെ വിരമിക്കൽ കാലത്തേക്കുള്ള ഒരു വലിയ സമ്പാദ്യമാണ്. എന്നാൽ വിരമിക്കൽ മാത്രമല്ല, ചില അടിയന്തര ആവശ്യങ്ങൾക്കും ഈ PF പണം നമുക്ക് ഉപകാരപ്പെടും. എപ്പോഴൊക്കെയാണ് നമുക്ക് ഈ PF പണം ആവശ്യമെങ്കിൽ എടുക്കാൻ സാധിക്കുന്നത്? കുടുംബാംഗങ്ങളുടെ വിവാഹ ആവശ്യങ്ങൾക്ക്, അത്യാവശ്യ മെഡിക്കൽ ചിലവുകൾക്ക്, കുട്ടികളുടെ ഉപരിപഠനത്തിന്, വീട് വെക്കാനോ വാങ്ങാനോ അല്ലെങ്കിൽ ഹോം ലോൺ തിരിച്ചടയ്ക്കാനോ ഒക്കെ PF പണം ഭാഗികമായി പിൻവലിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ PF അക്കൗണ്ടിൽ ഇപ്പോൾ എത്ര രൂപയുണ്ട് എന്ന് എങ്ങനെ അറിയാം? അതിന് വളരെ എളുപ്പമുള്ള 4 വഴികളുണ്ട്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ വഴി SMS ആണ്. ഇതിനായി നിങ്ങളുടെ UAN EPFO പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. നിങ്ങളുടെ മൊബൈലിൽ നിന്ന് EPFOHO സ്പേസ് UAN സ്പേസ് ENG എന്ന് ടൈപ്പ് ചെയ്ത് 7738299899 എന്ന നമ്പറിലേക്ക് SMS അയയ്ക്കുക. ENG എന്നത് ഇംഗ്ലീഷിൽ വിവരങ്ങൾ ലഭിക്കാനാണ്. മലയാളത്തിൽ വേണമെങ്കിൽ MAL എന്ന് ടൈപ്പ് ചെയ്യാം. ഉടൻ തന്നെ ബാലൻസ് വിവരങ്ങൾ SMS ആയി ലഭിക്കും. രണ്ടാമത്തെ വഴി ഒരു മിസ്ഡ് കോൾ കൊടുക്കുക എന്നതാണ്. നിങ്ങളുടെ PF അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ നിന്ന് 9966044425 എന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ നൽകുക. അല്പസമയത്തിനകം നിങ്ങളുടെ PF ബാലൻസ് വിവരങ്ങൾ SMS ആയി ഫോണിൽ വരും. സിമ്പിൾ. മൂന്നാമത്തെ വഴി EPFOയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക എന്നതാണ്. www.epfindia.government.in എന്ന സൈറ്റിൽ കയറി അവർ സർവീസസ് എന്നതിൽ ഫോർ എംപ്ലോയീസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ മെമ്പർ പാസ്ബുക്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ UAN നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ പാസ്ബുക്ക് കാണാം. നിങ്ങളുടെയും കമ്പനിയുടെയും വിഹിതം, പലിശ എല്ലാം അതിൽ വിശദമായി ഉണ്ടാകും. നാലാമത്തെ വഴി കേന്ദ്ര സർക്കാരിന്റെ ഉമാങ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക എന്നതാണ്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ നിങ്ങളുടെ UAN നമ്പറും OTPയും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. തുടർന്ന് EPFO സേവനങ്ങൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ പാസ്ബുക്ക് വിവരങ്ങൾ എളുപ്പത്തിൽ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, നിങ്ങളുടെ PF ബാലൻസ് അറിയാൻ ഇപ്പോൾ എത്ര എളുപ്പമാണ്. ഈ വിവരങ്ങൾ അറിഞ്ഞു വെക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വളരെ സഹായകമാകും. ഈ ഡിജിറ്റൽ വഴികൾ ഉപയോഗിച്ച് നിങ്ങളുടെ സമ്പാദ്യം ട്രാക്ക് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.